ഇന്നൊരു സൺഡേ ആണ്. വീക്കെൻഡ്സിൽ പോകാൻ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് നം പ്ലേസസ് ഉണ്ട് നമുക്ക്. സോ ഇന്ന് അങ്ങനെ ബാന്ദ്രയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് കേട്ടോ അടൽ സേതു, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെയുള്ള ഡ്രൈവ്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഹാജി ദർഗ. സോ അവിടെയും കൂടെ കയറിയിട്ട് നമുക്ക് ബാന്ദ്രയിലുള്ള റെസ്റ്റോറൻറ്റിൽ പോകാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ ഹാജി ദർഗ എത്തിയപ്പോൾ മുടിഞ്ഞ തിരക്ക്. അല്ലെങ്കിൽ മുംബൈയിൽ തിരക്കില്ലാത്തൊരു പ്ലേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എല്ലായിടത്തും അതുപോലെ തിരക്കാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫൈൻ കിട്ടിയ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല. പിന്നീട് ഒരു ദിവസം ലോക്കൽ ട്രെയിനിൽ നമുക്ക് ഇവിടേക്ക് വരാം. ഇപ്പം നമുക്ക് ബാന്ദ്രയിലേക്ക് പോകാം എന്നുള്ളൊരു ഡിസിഷനിൽ നമ്മൾ നേരെ വെറോണിക്കയിലേക്ക് പോയി. ഇതിവിടെ പാസ്ട്രാമി സാൻഡ്വിച്ചിന് പേര് കേട്ടിട്ടുള്ളൊരു സ്പോട്ടാണ്. സോ അതിൻ്റേതായ തിരക്കുമുണ്ട്. നമ്മൾ എത്തിയതിന് ശേഷം ടേബിൾ ബുക്ക് ചെയ്യുക. സോ ഹാഫ് ആൻ അവർ കഴിയുമ്പം അവർ നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തതിന് ശേഷം, ഇത് ബാന്ദ്രയിലാണല്ലോ, ബാന്ദ്രയിലാണ് പല വേണ്ടപ്പെട്ടവരുടെ വീട്. സോ എന്തുകൊണ്ട് നമുക്ക് സൽമാൻ ഖാൻ്റെ വീട്ടിൽ പോയിക്കൂടാ എന്നുള്ളതായിരുന്നു സെക്കൻഡ് തോട്ട്. സോ അങ്ങനെ നമ്മൾ പോയി സൽമാൻ ഖാൻ്റെ വീട്ടിലേക്ക്. ഒരു മിന്നായം പോലെ കാണുന്ന അത് കണ്ടില്ലേ, അതാണ് സൽമാൻ ഖാൻ്റെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്. പക്ഷെ നമുക്ക് അവിടേക്ക് അടുക്കാൻ പറ്റില്ല. ബിക്കോസ് 20+ പോലീസുകാർ ഇവിടെ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. സൽമാൻ ഖാന് വധഭീഷണി ഉള്ളതുകൊണ്ട് 24/7 പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. സോ ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ആ ഏരിയയും കുറച്ച് ട്രാഫിക്കുള്ള ഏരിയ ആണ്. സോ നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വെറോണിക്കയിലേക്ക് വന്നു. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ഓർഡർ ചെയ്തത് പാസ്ട്രാമി സാൻഡ്വിച്ച് ആൻഡ് സ്മാഷ് ബർഗർ. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോട്ടോ എടുത്തപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. പാസ്ട്രാമി സാൻഡ്വിച്ച് ഞാൻ ഒരുപാട് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഹൈപ്പിനുള്ളത് പോലെ തോന്നിയില്ല. നോർമൽ ബ്രെഡിൻ്റെ ഇടയിൽ മീറ്റ് വെച്ച് വരുന്നതാണ്. പക്ഷേ അത്രയ്ക്ക് എല്ലാവരും പറഞ്ഞത്ര ഹൈപ്പിനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് സ്മാഷ് ബർഗർ ഭയങ്കര നൈസായിരുന്നു. ആൻഡ് ഒരു ആവറേജ് അത്രേ പാസ്ട്രാമി സാൻഡ്വിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ കടയിൽ ഭയങ്കര തിരക്ക്. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒടുക്കത്തെ റിവ്യൂ ഉള്ള ഷോപ്പ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കുറച്ച് സ്നാക്സൊക്കെ പാഴ്സൽ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.